നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ പ്ലാൻ ആരംഭിക്കാൻ പോകുന്നത് ഈ വീട്ടിൽ നിന്നാ. ഇവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. ഇവൻ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആ പ്ലാൻ കൃത്യമായിട്ട് വർക്കൗട്ടായാൽ നമ്മൾ വിവാഹം തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്തെത്തുകയും ചെയ്യും. പ്രണവിനെ കൈയോടെ പിടികൂടി തിരികെ കൊണ്ടുവരികയും ചെയ്യും. എല്ലാം കൂടി ഓർത്തിട്ട് എനിക്ക് ആകെ ടെൻഷൻ ആയിരിക്കുക. നിധി എവിടെ? നിധി ഇപ്പൊ വരും. അവൾ അമ്മയുടെ മുറിയിലേക്ക് പോയിരിക്കുക. വസുവിന്റെ മുറിയിലേക്കോ? എന്തിന്? സ്വന്തം കുടുംബത്തിന്റെ സമാധാനം കെടുത്താനായി ഒരുങ്ങിക്കെട്ടി ഇറങ്ങുന്നത് കണ്ടില്ലേ? വിവാഹം നടക്കുന്ന എവിടെ വെച്ചാണെന്ന് അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് ഉറപ്പാണ്. വെറുതെ അവിടെ ഇവിടെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന നേരത്ത് അമ്മ അറിയാതെ അമ്മയെ ഫോളോ ചെയ്താൽ കൃത്യമായി നമുക്ക് വിവാഹം നടക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. അമ്മ റെഡിയായെന്ന് അറിയാനാ നിധി പോയിരിക്കുന്നത്. നീ പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ രേണുവിടെ ലൈവ് ലൊക്കേഷൻ അയപ്പിക്കാന്ന് പറഞ്ഞിട്ട് അതെന്തായി? രേണുകാന്റി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ നിഖിൽ ആന്റിയുടെ ഫോണിൽ നിന്ന് ലൈവ് ലൊക്കേഷൻ അയക്കും. ഒരു സേഫ് സൈഡിന് അതും ഇരിക്കട്ടെ എന്നേ. ഏതാണ് പ്രയോജനപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വസുന്ധര വിവാഹത്തിന് പോകുന്ന ഉറപ്പാണോ? അതിൽ സംശയമൊന്നും വേണ്ട. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിധി പോയേക്കുന്നത്. അതെ, വസുന്ധരാന്റി പോകാൻ റെഡിയായി മുറിയിൽ നിന്ന് ഇറങ്ങി. മോളെ, ഗൗതം കാര്യമെല്ലാം പറഞ്ഞു. എങ്ങനെയായാലും നിങ്ങൾ വിവാഹ സ്ഥലം കണ്ടുപിടിക്കണം. ഈ വിവാഹം മുടക്കി പ്രണവിനെ തിരികെ കൊണ്ടുവരികയും വേണം. ഞാൻ പറഞ്ഞില്ലേ പാറു, പ്ലാനുകളെല്ലാം കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട്. പ്രണവിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കും. ഞാൻ ഇറങ്ങി. അച്ഛാ, ഞങ്ങൾ പുറകെ പോവാ. വിവാഹ സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കാം. അപ്പം ഇറങ്ങിയാൽ മതി. ഓക്കെ, വാങ്ങി. മോനെ, ഒന്ന് വേഗം പോ, അല്ലെങ്കിൽ വസു അകന്നു പോവും. ശരി, ചെല്ലേ. പോ, സ്പീഡിൽ പോ. ഭഗവതി, ഒരു കുഴപ്പവും വരുത്താതെ എന്റെ പ്രണവിനെ നീ ഇങ്ങ് തിരിച്ചു കൊണ്ടു തരണേ. ഗൗതം, ആന്റി ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? നമുക്ക് നോക്കാം. വല്ലാത്തൊരവസ്ഥയാണല്ലേ ഗൗതം നമ്മുടേത്. പ്രണവിന് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ അത് അവന്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതാം. പക്ഷെ വസുന്ധര ആന്റിയുടെ കാര്യമോ? പ്രണവിനെ രക്ഷപ്പെടുത്താനായി നമ്മൾ നെട്ടോട്ട് ഓടുമ്പോൾ അവന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട ആള് തന്നെയാ അവനെ കൊണ്ടുപോയി ചതിയിൽ ചാടിക്കാൻ ശ്രമിക്കുന്നത്.
വല്ലാത്തൊരു കഷ്ടം തന്നെ ഇത്. ഉം. ഈ വേഷത്തിലെ പ്രണവിനെ കാണുമ്പോ വല്ലാത്തൊരു ഭംഗി. നീയും സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു പ്രണവ്. ഇനി നിന്റെ എഴുതി താലി കെട്ടാൻ അധികം സമയമൊന്നുമില്ല. എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യ നിമിഷമായിരിക്കും അത്. അതെ, ആന്റി അങ്കിളും ഒക്കെ റെഡിയായി കാണും. നമുക്ക് ഇറങ്ങിയാലോ? ശിവാനി, വേഗം വാ. അവര് വരും, ധൃതി കൂട്ടാതെ. നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ കണ്ടിട്ട് ഞാൻ തന്നെ കണ്ണു വയ്ക്കുന്ന ലക്ഷണമുണ്ട്. സൂപ്പർ ജോഡി. ജ്യോതി പറഞ്ഞ കറക്റ്റാ. നല്ല ചേർച്ച, പെർഫെക്റ്റ് മാച്ച്. ഞാൻ പ്രണവിന്റെ കാര്യം ആലോചിക്കായിരുന്നു. ഈ സിറ്റിയിലെ തന്നെ ഏറ്റവും മുന്തിയ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉത്സവം പോലെ കൊണ്ടാടേണ്ടിയിരുന്ന ഒരു വിവാഹമായിരുന്നില്ലേ ഇത്? ശിവാനിയുടെ കഴുത്തി പ്രണവ് താലി ചേർത്തുമ്പോ 5000 പേരുടെയെങ്കിലും പ്രസൻസ് ഉണ്ടാകേണ്ടതായിരുന്നു. ഇതിപ്പോ ആ നിധി ഒറ്റ ഒരുത്തി കാരണം ഇങ്ങനെയായി. ആഘോഷമൊന്നും വേണ്ട ജ്യോതി. ഇഷ്ടപ്പെടുന്ന രണ്ട് മനസ്സുകൾക്ക് ഒന്നാവുന്നതിന് ആൾക്കൂട്ടവും ആരവവും ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കാര്യത്തിൽ എനിക്കിപ്പോ വല്ലാത്തൊരു ഉത്തരവാദിത്വം തോന്നുക. നിന്ന് സമയം കളയണ്ട. തടസ്സങ്ങൾ ഇനിയും ഒരുപാടുണ്ടായേക്കാം. വിവാഹം ഒരു കാരണവശാലും മുടങ്ങരുത്. വാ, ഇറങ്ങാം നമുക്ക്. വാ മോളെ, വാ. കുറച്ചുകൂടി പെട്ടെന്ന് പോകരുത്. ഞാൻ അപ്പുറത്ത് അവിടെ കയറി